പ്രവൃത്തി. പ്രാവർത്തികമായി കാണുമ്പോൾ ഊർജത്തെ പുതുതായി ജനിപ്പിക്കാൻ സാധ്യമല്ലാത്തതും ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ മാത്രം സാധിക്കുന്നതും എന്ന നിഗമനത്തിലാണ് എത്താനാവുന്നത്. പ്രാവർത്തിക തലത്തിൽ കാണുമ്പോൾ ഊർജം നിർമ്മിതമാകാവുന്നത് അല്ലെങ്കിലും ഊർജത്തിൻ്റെ ഭാവവൈവിധ്യങ്ങൾ സംഗമിച്ച് സംഭവിക്കുന്ന അതിവിശിഷ്ട പ്രവർത്തനമായ ജീവനും മനസ്സും ഉപയോഗിച്ച് ഊർജഹേതുക്കളായി വരാവുന്ന അവസ്ഥയെ സൃഷ്ടിക്കുന്നതിന് സാധ്യമാവുകയും ചെയ്യുന്നു. ഊർജത്തെ ജീവനിൽ സംഭരിച്ചു നിർത്തി പരമാവധി യോഗ്യതയോടെ വിനിയോഗിക്കാനുള്ള ശേഷിയാർജിക്കൽ പ്രകൃതിയിൽ നിന്ന് ജനിച്ചതും പ്രകൃതിയോളം എത്തേണ്ടതുമായ ജീവൻ മനുഷ്യാവസ്ഥയിൽ എത്തി ഒരു ജന്മത്തെ പ്രവർത്തനം കൊണ്ടോ ഏതാനും ജന്മങ്ങൾ കൊണ്ടു തന്നെയോ സാധ്യമാവുന്നില്ല. മനുഷ്യൻ എന്ന ഒരൊറ്റ അവസ്ഥ കൊണ്ട് സാധ്യമാക്കേണ്ടുന്ന പ്രവർത്തന വൈവിധ്യങ്ങൾ സകല ജീവജാലങ്ങളിലുമായി നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തന വൈവിധ്യങ്ങളെക്കാൾ അധികമായിട്ടിരിക്കുന്നു എന്നതാണ് പൂർത്തീകരണത്തിനായി ജീവന് അനേക ജന്മം മനുഷ്യനായി പ്രവർത്തിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം. വ്യത്യസ്ത വ്യക്തികളായിരിക്കുന്ന ഓരോ മനുഷ്യജീവനും ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ വൈവിധ്യങ്ങൾ തന്നെ ജീവന്റെ ലക്ഷ്യപൂർത്തീകരണത്തിനായി വേണ്ടിവരുന്ന ജന്മാന്തര യാത്രയെ ബോധ്യപ്പെടുത്തുന്ന വിധമുള്ള തെളിവുകളാണ്. ജീവൻ മൃഗാവസ്ഥ പിന്നിട്ട് പ്രാകൃത മനുഷ്യൻ ആയിത്തീരുന്നതിലൂടെ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ശേഷിയിലേക്ക് പ്രവേശിക്കുകയും മരണാനന്തരം സംഭവിക്കുന്ന ജന്മങ്ങളിലൂടെ തുടരുന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾക്കും പരിചയങ്ങൾക്കും ആനുപാതികമായി ജീവനിൽ യുക്തിയും വിചാരവും കാര്യശേഷിയുമായി കാരണോർജം നിക്ഷിപ്തമായി വരികയും ചെയ്യുന്നു. കാലചലനത്തിനൊപ്പം കടന്നുപോകുന്ന പ്രവർത്തനങ്ങളിലൂടെ ജീവനിൽ സംഭരിതമാവുന്ന പരിചയത്തിന് ഒത്ത പൂർണ്ണ പ്രവർത്തനം സാധ്യമാകണമെങ്കിൽ പ്രവർത്തനശേഷി എന്നതുപോലെ മനനശേഷിയും വികസിതമായി തീരേണ്ടിയിരിക്കുന്നു. പ്രവർത്തനശേഷിക്കൊപ്പം മനനശേഷി വികസിതമാവുന്നതിനായി മനുഷ്യന്റെ പ്രാകൃത വാസനകളിൽ നിന്നും താൽപ്പര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ അനുഭവങ്ങൾ പ്രകൃതിയുടെ പ്രവർത്തന ഫലമായി തന്നെ ജീവനിൽ വന്നു ചേരുകയും ചെയ്യുന്നു. ജീവന്റെ മനനശേഷി ശക്തിപ്പെട്ട് ഉന്നത വിചാരങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും കടക്കുന്ന പരിണാമഘട്ടത്തിൽ പ്രകൃതിജമായ പലവിധ താൽപ്പര്യങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അകന്നു പോകുന്ന അനുഭവം സ്വാഭാവികമായി തന്നെ ജീവനിൽ സംഭവിക്കുന്നു. പ്രകൃതിജമായ പ്രേരണകളിൽ നിന്ന് മുക്തമായി സംഭവിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് മനുഷ്യൻ അനുഭവിക്കുന്ന ലൈംഗികമായ ഇടപെടലുകളിൽ നിന്നുള്ള മുക്തിയിലൂടെ സാധ്യമാവുന്ന സംഭരിതോർജത്തിന്റെ പരിവർത്തനം ജീവനിൽ പുതിയൊരു ചലനത്തെയും വ്യത്യസ്തമായ ശേഷി വൈഭവത്തെയും നിറയ്ക്കുന്നു. പ്രകൃതിജമായ അടിസ്ഥാന പ്രേരണകളിൽ നിന്ന് ജീവന് മുക്തി സംഭവിക്കുന്നതിലൂടെ നിക്ഷിപ്തമായിരിക്കുന്ന ഊർജത്തിനുണ്ടാവുന്ന പരിവർത്തനം എന്നതായി മനുഷ്യജീവനിൽ പുതുതായ ശേഷികൾ നിറയുകയും ഈ കഴിവുകൾ ഉപയോഗിച്ച് അന്നോളം കണ്ടെത്തിയിട്ടില്ലാത്ത മേഖലകളെക്കുറിച്ച് ചിന്തിക്കുന്നതിനും പുതുതായി അറിയുന്നതിനും അതിനൊത്ത് പ്രവർത്തിക്കുന്നതിനും പ്രാപ്തിയുള്ളതായി വരികയും ചെയ്യുന്നു. ഭൗമചന്ദ്രന്മാരുടെ സൂക്ഷ്മ വിശേഷങ്ങൾ നിക്ഷിപ്തമായിരുന്ന ആൺപെൺ ഗുണങ്ങളോടെ ജീവൻ അതിൻ്റെ ആരംഭത്തിൽ ഒന്നായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതും തുടർന്ന് ആണും പെണ്ണുമായി വിഭജിതമായതും വിഭജിതമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ സംയുക്തമായി നിലകൊള്ളുന്നതുമാണ്. സംഗമവും അനുഭവവുമായി സംഭവിക്കുന്ന ആണും പെണ്ണും ചേർന്ന ജീവിതമെന്ന പ്രവർത്തനത്തിലൂടെ ആൺ പെൺ ജീവനുകൾക്ക് പകർന്നു ലഭിക്കുന്നത് ആണിലും പെണ്ണിലും വ്യത്യസ്തതകളോടെ നിക്ഷിപ്തമായിരിക്കുന്ന പ്രാപഞ്ചികമായ സൂക്ഷ്മ ഗുണങ്ങളാണ്. ആണും പെണ്ണും ചേർന്ന പ്രവർത്തനത്തിലൂടെ ആൺഗുണവും പെൺഗുണവും പരസ്പരം പകരുന്നു എന്ന് വരുമ്പോൾ ജീവനുകളിൽ നിലകൊള്ളുന്ന ശക്തി സൂക്ഷ്മതയെ പ്രപഞ്ചത്തിന്റെ അഖണ്ഡതയും ഒപ്പം വിഘടനവുമായ സ്വഭാവത്തെയാണ് കാണാൻ കഴിയുക. സൂക്ഷ്മതാപൂർണത ആയിത്തീരുന്ന ജീവൻ എല്ലാം അനുഭവിച്ചറിഞ്ഞതും ഉൾക്കൊള്ളുന്നതുമായ അവസ്ഥ എന്നതായി സ്വയം സമ്പൂർണവും മറ്റൊന്നിൽ നിന്ന് ഒന്നും അനുഭവിച്ച് ആസ്വദിക്കാനില്ലാത്തതും
എല്ലാമായിരിക്കുന്നതും എന്ന സങ്കല്പാവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. സൂക്ഷ്മതാപൂർണത ആയിത്തീരുന്ന ജീവന് എന്തിൻ്റെയും കാരണമായി നിൽക്കുന്ന അവസ്ഥയായല്ലാതെ മറ്റൊന്നുമായിരിക്കാൻ സാധ്യമല്ലാത്തതും അവകാശമില്ലാത്തതും ആയി മാറുന്നു. താത്വികമായി ദർശിക്കുമ്പോൾ സൂക്ഷ്മതാപൂർണത ആയിത്തീരുന്ന ജീവൻ പ്രാകൃത അവസ്ഥയിലുള്ള ഏതെങ്കിലും പ്രവൃത്തികളിൽ രമിക്കുന്ന പക്ഷം അത് പ്രകൃതിക്ക് വിരുദ്ധമായി വരുന്നുവെന്ന സൂക്ഷ്മ യാഥാർത്ഥ്യം മനസ്സിലാക്കാനുമാവുന്നു. ഇപ്രകാരം മൃഗീയവും പ്രാകൃതവുമായ വാസനകളെ ബന്ധിച്ച് ആൺപെൺ ജീവിതങ്ങൾക്ക് ക്രമീകരണം ഏർപ്പെടുത്തി കൃത്യനിഷ്ഠയുള്ള കുടുംബവും സമൂഹവുമാക്കുന്ന ധന്യജീവനുകളുടെ പദ്ധതിയെ ജീവനുകളെ പൂർത്തീകരണത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാരുണ്യം എന്നതായി കാണാനാവുന്നു. ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്ന പ്രവർത്തന മാധ്യമമാകുന്ന കുടുംബ സംവിധാനവും സാമൂഹിക വ്യവസ്ഥിതിയും ലക്ഷ്യം വയ്ക്കുന്ന ഉത്തമ മാർഗത്തിലേക്ക് വാസനകളുടെ പ്രാകൃതാവസ്ഥയിൽ പെട്ടു നിൽക്കുന്ന ജീവനെ കൊണ്ടുവരിക എന്നത് ക്ലേശകരമാണ്. ലക്ഷ്യബോധമുള്ള നിയമങ്ങളിലൂടെ നിയന്ത്രിച്ചു നിർത്തപ്പെടുന്ന അവസ്ഥയിലും അറിവില്ലാത്ത മനുഷ്യൻ പ്രാകൃതമായ വാസനകളിലൂടെ പ്രവർത്തിക്കുകയും അങ്ങനെ തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. പ്രാകൃതവാസനകൾ ഏറിയും കുറഞ്ഞും എല്ലാ ജീവനുകളിലും ഉള്ളതുകൊണ്ട് മനുഷ്യാവസ്ഥ കൂടുതൽ വിപത്തിലേക്ക് എത്തിപ്പെടുമെന്നുള്ള അനുഭവത്തിൻ്റെ അറിവിൽ നിന്ന് നിയമലംഘനം നടത്തുന്ന മനുഷ്യർ ശിക്ഷ അനുഭവിക്കുന്നവരായി തീരുന്ന സമ്പ്രദായം സമൂഹത്തിൻ്റെ കണ്ടെത്തലും പ്രവർത്തന രീതിയുമായി വരികയും ചെയ്യുന്നു. വാസനാപരമായും പ്രവർത്തന രീതി കൊണ്ടും പ്രാകൃതാവസ്ഥയെ പിന്തുടരാൻ വ്യഗ്രതയുള്ള എണ്ണത്തിൽ അധികമായ അറിവ് കുറഞ്ഞ മനുഷ്യർ സ്വന്തം ചിന്താവൈകല്യത്തിലൂടെയും സാമൂഹികമായ നിർബന്ധങ്ങളിലൂടെയും നിയമങ്ങൾക്ക് ഒപ്പം സഞ്ചരിക്കുകയും ചെയ്യുമെന്ന് വരുന്നു. സാഹചര്യങ്ങളുടെ നിർബന്ധം കൊണ്ടുമാത്രം സാമൂഹിക നിയമങ്ങൾക്കൊപ്പം ജീവിക്കുന്നവർ സാധാരണയേക്കാൾ അധികമായ പ്രവർത്തനശേഷി കാണിക്കുന്നവരും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരും ആകുന്നുവെങ്കിലും മനുഷ്യജീവിതത്തിൻ്റെ യഥാർത്ഥ മാതൃകകൾ ആവുക വിരളമാണ്. സാഹചര്യങ്ങൾ കൊണ്ടും നിയമങ്ങൾ കൊണ്ടും മനുഷ്യൻ്റെ പ്രാകൃതവാസനകൾ നിയന്ത്രിക്കപ്പെട്ട് ജീവിക്കുന്നതിന് ഇടവരികയും കൃത്യമായ നിയമത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതകാലം കടന്നു പോകുമ്പോൾ ആ ജീവനിൽ അതേവരെ പ്രവർത്തിച്ചതിന് ഒത്ത സദ്ഗുണങ്ങൾ നിക്ഷിപ്തമാവുന്നു. നിയമത്തിൻ്റെ നിയന്ത്രണത്തിൽപ്പെട്ട് ജീവിക്കുന്നതിലൂടെ ജീവനിൽ സദ്ഗുണങ്ങൾ നിക്ഷിപ്തമാകുന്നുവെങ്കിലും പ്രാകൃതവാസനകൾ മിക്കപ്പോഴും അടിച്ചമർത്തപ്പെടുന്നു എന്നല്ലാതെ നശിച്ചു പോയിട്ടില്ലാത്തതിനാൽ അവയും പ്രവർത്തനരഹിതമായി നിദ്രാവസ്ഥയായി നിലകൊള്ളുകയും ചെയ്യുന്നു. ഉന്നത നിലവാരമുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന ശേഷിയും പ്രാകൃതവാസനകളും ഒന്നിച്ചിരിക്കുന്ന ജീവൻ ശരീരം നഷ്ടപ്പെട്ടതിന് ശേഷം വീണ്ടും ജനിക്കുമ്പോൾ മുന്തിയ പ്രവർത്തനശേഷിയുള്ളതായും ഒപ്പം പ്രാകൃതവാസനകൾ നിറഞ്ഞിരിക്കുന്നതായും വരുന്നു. ജീവനിൽ യോഗ്യതയും അയോഗ്യതയും ഒരേപോലെ നിറഞ്ഞിരിക്കുന്ന മനുഷ്യർ വലിയ പ്രബോധനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ശേഷിയുള്ളവരും ശേഷി നിമിത്തമായി അയോഗ്യതകളെയും വിനിയോഗിക്കുന്നതിന് സാധിക്കുന്നവരാവുകയും മറ്റുള്ളവർക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകത്തക്കവണ്ണം വലിയ തിന്മകൾ ചെയ്യുന്ന കുറ്റവാളികൾ ആയിത്തീരുകയും ചെയ്യുന്നു. ജീവനിൽ യോഗ്യതയും അയോഗ്യതയും ഒരേപോലെ നിറഞ്ഞിരിക്കുന്ന ഇക്കൂട്ടർ പ്രവർത്തനശേഷി കൊണ്ടും പ്രബോധനങ്ങൾ കൊണ്ടും സമൂഹത്തെ തന്നിലേക്ക് ആകർഷിച്ച് ചൊൽപ്പടിക്ക് നിർത്തുകയും ഒപ്പം സമൂഹത്തിൽ തിന്മയുടെ പ്രവർത്തനങ്ങൾ നിറയ്ക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നു.